നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന പല പ്രമുഖ വ്യക്തികളും ലഹരിക്ക് അടിമയായി പിടിക്കപ്പെടുന്ന വാർത്തകൾ നിരന്തരം പത്രമാധ്യമങ്ങളിൽ നിറയുകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ നടക്കുന്നതെല്ലാം അതിക്രമങ്ങളാണ്. ഇന്നിപ്പോൾ ഇത് ലഹരിയുടെയും കൊലപാതകങ്ങളുടെയും അഴിഞ്ഞാട്ടങ്ങളുടെയും നാടായി മാറിയിരിക്കുകയാണ്. സത്യത്തിൽ നിരന്തരമായി നമ്മൾ ഒരുപാട് വാർത്തകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പല സ്റ്റാർ ഹോട്ടലുകളിലും നടക്കുന്ന അനാശാസ്യവും ഇപ്പോൾ പുറത്തു വരികയാണ്. അത്തരത്തിലൊന്നാണ് കഴിഞ്ഞ ദിവസം വൈറ്റിലയിൽ സ്റ്റാർ ഹോട്ടൽ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ സ്റ്റാർ ഹോട്ടൽ കേന്ദ്രീകരിച്ച് നടക്കുന്നത് കൂടുതലും അനാശാസ്യങ്ങളാണ്. അത്തരത്തിൽ ഒരു സംഭവത്തിൽ 11 യുവതികളെ ഹോട്ടലിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹോട്ടലിലെ സ്പായുടെ മറവിലാണ് ഇത്തരത്തിൽ അനാശാസ്യം നടന്നിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘമാണ് വൈറ്റിലിലെ 4 സ്റ്റാർ ഹോട്ടലായ ആർട്ടിക്കിളിൽ ആദ്യം പരിശോധനയ്ക്കെത്തിയത്. ഇതേ തുടർന്ന് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ ഹോട്ടലുകളെല്ലാം തന്നെ പോലീസിന്റെ ഡാൻസ് ഓഫിന്റെയും നിരീക്ഷണത്തിലായിരുന്നു. ഇതിനിടെയാണ് സംശയത്തെ തുടർന്ന് വൈറ്റിലയിലെ ഹോട്ടലിൽ പരിശോധന നടത്തേണ്ട സാഹചര്യമുണ്ടായിരുന്നു. ഈ പരിശോധനയിലാണ് ഹോട്ടലിലെ സ്പായുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി കണ്ടെത്തിയത്. തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന 11 യുവതികളെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നിലവിൽ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഹോട്ടലിൽ ലഹരി ഉപയോഗമോ ഇടപാടുകളോ നടന്നിട്ടില്ലെന്നാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. ഇതേ തുടർന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. സ്പായിൽ ഉണ്ടായിരുന്നവരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ പണത്തിനു വേണ്ടി എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് ഇന്നത്തെ യുവതലമുറകൾ. അതിനൊരു ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവം. സിനിമാ മേഖലയിലും ദിവസവും നടക്കുന്നത് ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ പ്രവൃത്തികൾ മാത്രമാണ്. അവിടെ സ്ഥാനമാനങ്ങളോ പരിഗണനകളോ പോലും ചിന്തിക്കാതെയാണ് ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം ഇപ്പോൾ ലഹരിയിൽ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരുൾപ്പെടെ സിനിമാ മേഖലയിലെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു. ഇത് ഒരു തവണ മാത്രമല്ല, പലവട്ടം. എന്നിട്ടും അവർക്ക് ആ പ്രവൃത്തിയിൽ നിന്നും തിരിയാനുള്ള മനസ്സ് ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള കേസുകളിൽ പ്രമുഖരായ ചലച്ചിത്ര നടന്മാർ ഉൾപ്പെടെ അകപ്പെട്ടു പോകുന്നത്. ഇതുകൂടാതെ സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായിരിക്കുകയായിരുന്നു. ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിനിടെയായിരുന്നു സംഭവം. നിലവിൽ ഇവരടക്കം 3 പേരാണ് എക്സൈസിന്റെ മിന്നൽ പരിശോധനയിൽ അന്ന് പിടിയിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസിന്റെ പരിശോധന ഉണ്ടായത്. പക്ഷേ വാർത്ത സത്യമാവുകയും ഇവരെ പിടികൂടുകയുമായിരുന്നു. ആലപ്പുഴയിലെ റിസോർട്ടിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമ സുൽത്താന എന്ന സ്ത്രീയും ഭർത്താവും സിനിമാ മേഖലയിലുള്ളവർക്ക് ലഹരി വിതരണം ചെയ്തിരുന്നതായും നേരത്തെ എക്സൈസ് സംഘം കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ നിരന്തരം ലഹരി കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ദിവസവും ലഹരി ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് സ്വബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രവർത്തികൾ എന്തെന്ന് നിശ്ചയമില്ലാതെ വരികയും ചെയ്യും എന്നതാണ് വാസ്തവം. അത്തരത്തിൽ അമിതമായ ലഹരി ഉപയോഗത്തിന്റെ ഫലമായി കൊലപാതകങ്ങൾ വരെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊച്ചിയിലും സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ആലുവ സ്വകാര്യ ബസ് സ്റ്റാൻഡിനുള്ളിൽ സംഘർഷമുണ്ടായി. ഒരാൾക്ക് വെട്ടേൽക്കുകയും ഉണ്ടായി. തിരുവനന്തപുരം സ്വദേശിയും ആലുവയിലെ ഡ്രൈവറുമായ അൻഷാദിനാണ് വടിവാൾ കൊണ്ട് വെട്ടേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ അൻഷാദിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പകൽ സമയങ്ങളിലും രാത്രി സമയങ്ങളിലും സ്ഥിരമായി സമയം ചെലവഴിക്കുന്നവർ ഉണ്ട്. ഇവർ പലപ്പോഴും വാക്ക് തർക്കങ്ങളിലും ഏർപ്പെടാറുണ്ട്. എന്നാൽ ഇത്തവണ വാക്ക് തർക്കം അക്രമത്തിൽ കലാശിക്കുകയായിരുന്നു. 4 പേർ ചേർന്നാണ് അൻഷാദിനെ ആക്രമിച്ചതെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. വടിവാൾ കൊണ്ടുള്ള ആക്രമണത്തിൽ അൻഷാദിന്റെ കൈയിലും കാലിലും കഴുത്തിന്റെ വശത്തും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് പോലീസ് പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ശക്തമാക്കുകയും ചെയ്തു. ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിൽ സമാനമായ രീതിയിലുള്ള സംഘർഷങ്ങൾ ആവർത്തിക്കുന്നതിൽ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ഇനിയും ആവർത്തിച്ചാൽ ഇനി കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടെന്ന് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.